ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ എക്സസൈസ് 11.2 വരുന്ന 8 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പഴയ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ നമ്പർ 8ഉം 9ഉം ഡിലീറ്റഡ് ആണ്. അപ്പോൾ പഴയ ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് 10 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അവിടെ ആ 2 ക്വസ്റ്റ്യൻസ് ഇല്ലാത്തതുകൊണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കിലെല്ലാം 8 മുതൽ 15 വരെയാണ് ആ ക്വസ്റ്റ്യൻസ് കൊടുത്തിരിക്കുക. അപ്പോൾ നോക്കാം, നമുക്കിവിടെ 8ാമത്തെ ക്വസ്റ്റ്യനിൽ 2 ലൈൻസിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം അവ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ നോക്കുക, അവിടെ വെക്റ്റർ ഫോമിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 ലൈൻസിൻ്റെ ആംഗിൾ കാണാനായിട്ട് അവയുടെ പാരലൽ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പാരലൽ വെക്ടേഴ്സ് കിട്ടിയാൽ മതി. അപ്പോൾ നോക്കുക, നമുക്കിവിടെ ആദ്യം തന്നിരിക്കുന്നത് എന്താണ്? എ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ആ ലൈനിലുള്ള ഒരു പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടറാണ്. നമുക്കത് വേണ്ട, നമുക്ക് ഈ ലാംഡ കഴിഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ ഞാൻ B1 എന്നെടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു അവിടെ 3i പ്ലസ് 2j പ്ലസ് 6k എന്നാണ് തന്നിരിക്കുക. രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ നോക്കുമ്പോൾ ഇവിടെ മ്യൂ കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് അവിടെയുള്ള പാരലൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് B2 എന്ന രീതിയിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു i പ്ലസ് 2j പ്ലസ് 2k എന്നെടുക്കാം. അപ്പോൾ നോക്കാം, നമ്മളിവിടെ അവിടെയുള്ള കോൺസ്റ്റന്റ് ലാംഡയോ മ്യൂ ആയിക്കോട്ടെ, അതിന് ശേഷം വരുന്ന വെക്ടറാണ് പാരലൽ വെക്ടർ നമുക്കറിയാം. അത് മാത്രമാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അതിന് മുമ്പുള്ള വെക്ടേഴ്സിന് നമുക്കിവിടെ ആവശ്യമേ ഇല്ല. എങ്ങനെയാണെങ്കിൽ ആംഗിൾ കാണാനാണെങ്കിൽ അവ നമുക്കിവിടെ ആവശ്യമില്ല. അപ്പോൾ നോക്കുക, നമുക്ക് 2 വെക്ടർ കിട്ടി. ആ 2 വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ കാണാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ അവിടെയുള്ള ആംഗിൾ നമ്മൾ തീറ്റ എന്ന് എടുക്കുകയാണെങ്കിൽ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് പറയാനായിട്ട് പറ്റും B1 ഡോട്ട് B2 ഡിവൈഡഡ് ബൈ മോഡ് B1 ഇൻറ്റു മോഡ് B2 എന്നാണ് പറയുക. അങ്ങനെ നോക്കുമ്പോൾ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ കാണുമ്പോൾ നമുക്ക് അവിടെ മൊത്തത്തിൽ മാഗ്നിറ്റ്യൂഡ് ഇടേണ്ട കാര്യമില്ല. കാരണം അവിടെ അക്യൂട്ട് ആംഗിളും ഒബ്റ്റ്യൂസ് ആംഗിളും വരുന്നുണ്ട്. പക്ഷേ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കാണുമ്പോൾ നമ്മൾ എപ്പോഴും അക്യൂട്ട് ആംഗിൾ മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ട് മൊത്തത്തിൽ ഇവിടെ ഒരു മാഗ്നിറ്റ്യൂഡ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നെഗറ്റീവ് വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോസ് തീറ്റ എടുക്കുമ്പോൾ മൊത്തത്തിൽ തന്നെ പോസിറ്റീവായിട്ടാണ് ഇവിടെ 3 ഡയമെൻഷൻ ജോമെട്രിയിൽ ആംഗിൾസ് കാണുമ്പോൾ എടുക്കുക. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ നമുക്കിവിടെ എന്താണെങ്കിലും എന്ത് വേണം? B1 ഡോട്ട് B2 വേണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുക, നമ്മളിവിടെ റെസ്പെക്റ്റീവ് കമ്പോണൻസ് തമ്മിൽ പ്രൊഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യും എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 1 എന്നാണ് വരിക. പ്ലസ് ഇവിടെ നമുക്ക് 2 ഇൻറ്റു 2 എന്നാണ് വരിക. പ്ലസ് ഇവിടെ നമുക്ക് 6 ഇൻറ്റു 2 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് 4 പ്ലസ് അവിടെ നമുക്ക് 12 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ 7 പ്ലസ് 12 അല്ലേ, നമുക്ക് 19 എന്നാണ് കിട്ടുക. അപ്പോൾ ഓൾറെഡി ഇത് പോസിറ്റീവാണ്. ഇനി നോക്കുക, നമുക്ക് അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 കണ്ടുപിടിക്കണം. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് നോക്കി B1 എന്ന് പറയുമ്പോൾ ഇവിടെ അല്ലേ, അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എടുത്തു. അപ്പോൾ ഇവിടെ 3യുടെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 6ൻ്റെ സ്ക്വയർ എന്നെടുത്തു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 4 പ്ലസ് 36 എന്നാണ് വന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 49 എന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 7 എന്നാണ് കിട്ടിയത്. അടുത്ത് നമുക്ക് അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 കണ്ടുപിടിക്കണം. സോ B2ൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ അല്ലേ. സോ 1ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4 പ്ലസ് 4 എന്ന് വന്നു. സോ സ്ക്വയർ റൂട്ട് ഓഫ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ആ വാല്യൂസ് ഉപയോഗിച്ച് കോസ് തീറ്റ എഴുതാം. അപ്പോൾ കോസ് തീറ്റ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നോക്കുക, ഓൾറെഡി ഇത് പോസിറ്റീവാണ്. അപ്പോൾ മൊത്തത്തിൽ മാഗ്നിറ്റ്യൂഡ് ഇട്ടാലും ഇട്ടിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ന്യൂമറേറ്റർ എന്താണ്? അത് 19 ആണ്. ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുന്ന മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 എന്ന് പറഞ്ഞാൽ അത് 7 ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 എന്ന് പറഞ്ഞാൽ 3 ആണല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 19 ഡിവൈഡ് ബൈ 21 എന്നാണ് കിട്ടുക. അങ്ങനെ വരുമ്പോൾ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അത് കോസ് ഇൻവേഴ്സ് ഓഫ് 19 ബൈ 21 എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് 2 ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ വെക്ടർ ഫോമിലാണ് തന്നിരിക്കുക. ഇവിടെ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ എഴുതുകയാണ്. അപ്പോൾ നോക്കി, ലാംഡ കഴിഞ്ഞിട്ടുള്ള ആളാണ് അല്ലേ. സോ I മൈനസ് J മൈനസ് 2k എന്ന് എഴുതി. രണ്ടാമത്തെ വെക്ടർ എന്ന് പറഞ്ഞാൽ B2 വെക്ടർ അല്ലേ. രണ്ടാമത്തെ ആളുടെ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ B2 വെക്ടർ എന്നാണ് എടുക്കുക. അപ്പോൾ നമുക്കവിടെ 3i മൈനസ് 5j മൈനസ് 4k എന്ന് കിട്ടി. അതിനുശേഷം നമുക്ക് അവിടെ B1 ഡോട്ട് B2 കണ്ടുപിടിക്കണം. അങ്ങനെ നോക്കിയപ്പോൾ
1 ഇൻറ്റു 3 എന്ന് പറഞ്ഞു. ദെൻ ഇവിടെ മൈനസ് ആണല്ലേ, സോ -1 ഇൻറ്റു -5 എന്ന് പറഞ്ഞു. എഗെയിൻ ഇവിടെ മൈനസ് ആണ്, -2 ഇൻറ്റു -4 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇവിടെ നമുക്ക് -1 ഇൻറ്റു -5 എന്ന് പറഞ്ഞാൽ +5 എന്നാണ് വരിക. ഇവിടെ -2 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ +8 എന്നുമാണ് വരിക. സോ 8 + 8 16 എന്നാണ് നമുക്കവിടെ B1 ഡോട്ട് B2 കിട്ടുക. ഇനി നമുക്കവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 കണ്ടുപിടിക്കണം. സോ സ്ക്വയർ റൂട്ട് ഓഫ് നോക്കി ഇവിടെ നമുക്ക് 1ൻ്റെ സ്ക്വയർ പ്ലസ് -1ൻ്റെ സ്ക്വയർ പ്ലസ് -2ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 + 1 + 4 എന്ന് കിട്ടി. അതിന് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 6 എന്ന് എഴുതാനായിട്ട് പറ്റി അല്ലേ. ഇനി നമുക്കവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 കണ്ടുപിടിക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ നോക്കി 3യുടെ സ്ക്വയർ പ്ലസ് -5ൻ്റെ സ്ക്വയർ പ്ലസ് അവിടെ നമുക്ക് -4ൻ്റെ സ്ക്വയർ എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് 9 + 25 + 16 എന്ന് എഴുതാനായിട്ട് പറ്റി അല്ലേ. സോ 9 + 25 + 16 എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് അവിടെ 50 എന്നാണ് കിട്ടുക. അതിന് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 25 × 2 എന്ന് എഴുതുകയാണെങ്കിൽ ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 5 എന്ന് എഴുതാനായിട്ട് പറ്റി. സോ ഇയാളെ നമുക്ക് 5√2 എന്നാണ് ഇപ്പോൾ എഴുതാനായിട്ട് പറ്റിയിരിക്കുക. അങ്ങനെ നോക്കിയപ്പോൾ ഇനി നമുക്ക് cos θ കണ്ടുപിടിക്കാം. അപ്പോൾ cos θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ദെൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 എന്നാണ്. മൊത്തത്തിൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് വാല്യൂസ് അറിയാം. ഓൾറെഡി ഡോട്ട് പ്രോഡക്റ്റ് പോസിറ്റീവ് ആണ്, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. 16 ഡിവൈഡ് ബൈ താഴെയുള്ള ആൾ എന്താണ്, ആദ്യത്തെ ആൾ √6 ആണ്, രണ്ടാമത്തെ ആൾ 5√2 എന്നുമാണ് വന്നിരിക്കുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ ഇവിടെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 2 ഉണ്ട്. അതുകൊണ്ട് ഈ സ്ക്വയർ റൂട്ട് 6നെ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 3 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 2 എന്ന് എഴുതാം. ദെൻ ഇൻറ്റു 5√2 അവിടെ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഡിവൈഡ് ബൈ നോക്കുക ഇവിടെ √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ അത് 2 ആണ്. അപ്പോൾ നമുക്കതിനെ √3 ഇൻറ്റു ദെൻ 2 ഇൻറ്റു 5 എന്ന് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ 2 ഇവിടെ കട്ട് ചെയ്ത് കളയാം അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇവിടെ കട്ട് ചെയ്താൽ ന്യൂമറേറ്റർ 8 എന്നാണ് വരിക. സോ 8 ഡിവൈഡ് ബൈ 5നെ ആദ്യം എഴുതിയാൽ 5√3 എന്നാണ് ഇപ്പോൾ cos θ കിട്ടുക. ഇത്രയേ ഉള്ളൂ. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ അതെന്താണ് 2 ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ 2 എഴുതി. അതിനുശേഷം 16 2 കൂടെ കട്ട് ചെയ്തപ്പോൾ 8 ന്യൂമറേറ്ററിൽ വന്നു. അപ്പോൾ നമുക്ക് cos θ ഈക്വൽ ടു 8/5√3 എന്നാണ് കിട്ടിയിരിക്കുക. അങ്ങനെ വരുമ്പോൾ തീറ്റ എന്ന് പറയുന്നത് അതെന്താണ്, അത് കോസ് ഇൻവേഴ്സ് ഓഫ് 8/5√3 എന്നാണ് നമുക്കിവിടെ ആൻസർ കിട്ടുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെയും നമുക്ക് 2 ലൈൻസ് തമ്മിലുള്ള ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇക്വേഷൻ തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണ് എന്ന് മാത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ലൈൻസ് തമ്മിലുള്ള ആംഗിൾ കാണാനായിട്ട് അവയുടെ പാരലൽ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിളാണ് കാണുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഏത് ഫോമിൽ തന്നോട്ടെ നമുക്ക് അവിടെ നിന്നും പാരലൽ വെക്ടേഴ്സ് എഴുതാനായിട്ട് പറ്റും. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ x - x1/a ദാറ്റ് ഈസ് ഈക്വൽ ടു y - y1/b ദാറ്റ് ഈസ് ഈക്വൽ ടു z - z1/c ഫോമിലാണ് തന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ 2 5 -3 എന്ന് പറയുന്നത് അവിടെ ഫസ്റ്റ് ലൈനിൻ്റെ അവിടെ ഉണ്ടാകുന്ന പാരലൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പാരലൽ വെക്ടർ എഴുതുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി എഴുതാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ നമ്മളവിടെ 2i + 5j ദെൻ -3k എന്ന് എഴുതി കഴിഞ്ഞാൽ അതാണ് ഫസ്റ്റ് ലൈനിലെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ ആളുടെ എഴുതാം. അപ്പോൾ നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ന്യൂമറേറ്റർ x - x1 y - y1 z - z1 ഫോമിലാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ താഴെയുള്ളത് പാരലൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് B2 വെക്ടർ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -1i ദെൻ +8j ദെൻ +4k എന്ന് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നോക്കുക, ഇവിടെ ആംഗിൾ കാണാനായിട്ട് നമുക്ക് വെക്റ്റർ ഫോമിലോട്ട് മാറ്റി അവിടെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് കണ്ടുപിടിക്കാനാണ് എളുപ്പം. അല്ലാതെ അടുത്ത ഇക്വേഷനായിട്ട് കാർട്ടീഷ്യൻ ഫോമിൽ ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കാർട്ടീഷ്യൻ ഫോമിൽ നിന്ന് എങ്ങനെ വെക്ടേഴ്സ് എഴുതാം എന്ന് മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ നോക്കി നമുക്ക് 2 പാരലൽ വെക്ടേഴ്സ് കിട്ടി. കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ നമ്മളിവിടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കും. സോ B1 ഡോട്ട് B2 കണ്ടുപിടിക്കുമ്പോൾ നമുക്കവിടെ 2 ഇൻറ്റു -1 + 5 ഇൻറ്റു 8 + -3 ഇൻറ്റു 4 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -2 + 40 ദെൻ -12 എന്നാണ് വരിക. അങ്ങനെ വന്നപ്പോൾ 40 -
14 അല്ലേ, നമുക്കവിടെ 26 എന്നാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അവിടെ ഓരോ വെക്ടേഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 5ൻ്റെ സ്ക്വയർ പ്ലസ് -3യുടെ സ്ക്വയർ എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 25 പ്ലസ് 9 എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നമുക്കിവിടെ 29 പ്ലസ് 9 അല്ലേ, നമുക്കവിടെ 38 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്ത് വേണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 വേണം അല്ലേ. സോ B2 വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. അങ്ങനെ നോക്കിയപ്പോൾ നമുക്കവിടെ -1ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 64 പ്ലസ് 16 എന്നാണ് വരുന്നത് അല്ലേ. അങ്ങനെ നോക്കിയപ്പോഴും നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 81 എന്ന് പറഞ്ഞു, അഥവാ 9 എന്നാണ് അവിടെ നമുക്ക് മാഗ്നിറ്റ്യൂഡ് കിട്ടുക. ഇനി അവിടെ നമ്മൾ കോസ് തീറ്റ എഴുതുമ്പോൾ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 എന്ന് പറഞ്ഞു. മൊത്തത്തിൽ അവിടെ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയും B1 ഡോട്ട് B2 എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് മോഡുലസ് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലേ. 26 ഡിവൈഡ് ബൈ ആദ്യത്തെ ആളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് √38 ആണ്. രണ്ടാമത്തെ ആളുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ 9 എന്നുമാണ് കിട്ടിയിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കട്ട് ചെയ്യാനൊന്നുമില്ല. അതുകൊണ്ട് 26 ഡിവൈഡ് ബൈ 9 √38 എന്ന് എഴുതാനായിട്ട് പറ്റി. അവിടെ നമ്മൾ ആംഗിൾ എഴുതുമ്പോൾ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് 26/9 √38 എന്നാണ് കിട്ടുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. ഇവിടെയും നമുക്ക് 2 ഇക്വേഷൻ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും കാർട്ടീഷ്യൻ ഫോമിൽ തന്നെയാണ് തന്നിരിക്കുക. അപ്പോൾ നമ്മൾ ആ കാർട്ടീഷ്യൻ ഫോമിൽ നിന്നും പാരലൽ വെക്ടേഴ്സ് എഴുതുകയാണ്. ഇവിടെ നോക്കുമ്പോൾ x - x1 ബൈ a ദാറ്റ് ഈസ് ഈക്വൽ ടു y - y1 ബൈ b ദാറ്റ് ഈസ് ഈക്വൽ ടു z - z1 ബൈ c ഫോമിലാണ് അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x1 y1 z1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0 0 0 ആണ് എന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ് ഈ ലൈനിലുള്ള പോയിന്റ് എന്നാണ് തന്നിരിക്കുക. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് താഴെയുള്ളവരാണ് പാരലൽ വെക്ടറിൻ്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് B1 വെക്ടർ എന്ന് പറയുന്നത് അതെന്താണ്? അത് 2i പ്ലസ് 2j പ്ലസ് 1k എന്നാണ് കിട്ടുക. രണ്ടാമത്തെ ലൈൻ നോക്കി, അവിടെയും ജനറൽ ഫോമിൽ തന്നെ അല്ലേ, സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തന്നിരിക്കുക. x - x1 ബൈ a ദാറ്റ് ഈസ് ഈക്വൽ ടു y - y1 ബൈ b ദാറ്റ് ഈസ് ഈക്വൽ ടു z - z1 ബൈ c എന്നാണ്. അപ്പോൾ താഴെ വരുന്ന ആൾക്കാരാണ് ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് പാരലൽ വെക്ടർ. അതുകൊണ്ട് നമ്മൾ പാരലൽ വെക്ടർ എഴുതുമ്പോൾ 4i പ്ലസ് 1j പ്ലസ് 8k എന്ന് എഴുതാനായിട്ട് പറ്റി. ഇവിടെ നമ്മൾ B1 ഡോട്ട് B2 കണ്ടുപിടിക്കും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × 4 പ്ലസ് 2 × 1 പ്ലസ് 1 × 8 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 പ്ലസ് 2 പ്ലസ് 8 എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 18 എന്നാണ് നമുക്ക് അവിടെ കിട്ടുക. ആദ്യത്തെ പാരലൽ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണുമ്പോൾ മോഡുലസ് ഓഫ് B1 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 2ൻ്റെ സ്ക്വയർ അല്ലേ, 2ൻ്റെ സ്ക്വയർ പ്ലസ് 2ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4 പ്ലസ് 1 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നാണ് കിട്ടുക. ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് ഇവിടെ നമുക്ക് 4ൻ്റെ സ്ക്വയർ പ്ലസ് 1ൻ്റെ സ്ക്വയർ പ്ലസ് 8ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 പ്ലസ് 1 പ്ലസ് 64 എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 81 ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്ന് എഴുതാനായിട്ട് പറ്റി. അപ്പോൾ നമ്മളിവിടെ B1 ഡോട്ട് B2 കണ്ടുപിടിച്ചു, മാഗ്നിറ്റ്യൂഡ് ഓഫ് B1ഉം മാഗ്നിറ്റ്യൂഡ് ഓഫ് B2ഉം കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എഴുതുമ്പോൾ കോസ് തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു B1 ഡോട്ട് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് B2 എന്ന് എഴുതി. മൊത്തത്തിൽ അവിടെ മോഡ് ഇട്ടു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ തന്നെയാണ് B1 ഡോട്ട് B2 കിട്ടിയിരിക്കുക. സോ 18 ഡിവൈഡ് ബൈ താഴെ വരുന്ന ആരാ? 3ഉം 9ഉം ആണ് അല്ലേ. സോ 3 × 9 എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഈ 9 കട്ട് ചെയ്താൽ ഇവിടെ 2 എന്നാണ് വരിക. സോ നമുക്ക് 2/3 എന്നാണ് കോസ് തീറ്റ കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? കോസ് ഇൻവേഴ്സ് 2/3 എന്നാണ് ഇവിടെ ആൻസർ കിട്ടുന്നത്. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് 2 ഇക്വേഷൻ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ് എന്ന് പറഞ്ഞതിന് ശേഷം പിയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 ലൈൻസ് പെർപെൻഡിക്കുലർ ആകുമ്പോൾ അവയുടെ പാരലൽ വെക്ടേഴ്സും ഉറപ്പായിട്ടും പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ആ പാരലൽ വെക്ടേഴ്സ് എടുത്തിട്ട് അവിടെ പെർപെൻഡിക്കുലർ ആകുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ. അപ്പോൾ പാരലൽ വെക്ടേഴ്സ് എഴുതി
അവയുടെ ഡോട്ട് പ്രോഡക്റ്റിനെ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വാല്യൂ ഓഫ് പി കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ അല്ല തന്നിരിക്കുന്നത്. x-x1 y-y1 z-z1 എന്ന ഫോമിൽ അല്ല അവിടെ ഇക്വേഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ റീഅറേഞ്ച് ചെയ്ത് സ്റ്റാൻഡേർഡ് ഫോമിൽ ആക്കിയതിന് ശേഷം താഴെ വരുന്ന ആൾക്കാരാണ് അവിടെയുള്ള പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ്. അല്ലാതെ ഡയറക്റ്റ്ലി പോയിട്ട് 3a 2p then 2 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആൻസർ തെറ്റും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് റീഅറേഞ്ച് ചെയ്യണം. നോക്കുക, ഇവിടെ 1 - x എന്നാണ് ആദ്യം തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ ഞാനൊന്ന് മാറ്റി x-1 എന്ന് എഴുതണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഒരു നെഗറ്റീവ് സൈൻ വെളിയിലോട്ട് എടുക്കണം. /3 എന്ന് എഴുതി നോക്കുക. ഞാൻ ഇത്രേ ചെയ്തോളൂ. ഇവിടെയുള്ള രണ്ട് ടേമിൽ നിന്നും നെഗറ്റീവ് സൈൻ വെളിയിലെടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് അവിടെ എക്സിന്റെ കോയിഫിഷ്യന്റ് +1 ആയിട്ട് കിട്ടണം. ഇവിടെ അത് -1 ആണ്, അതുകൊണ്ടാണ് ഞാൻ മൈനസ് സൈൻ വെളിയിലെടുത്തത്. അപ്പോൾ ഞാൻ എഴുതിയപ്പോൾ -(x) ഇവിടെ നിന്ന് മൈനസ് പോയതുകൊണ്ട് അവിടെ മൈനസ് സൈൻ കയറി വന്നു, താഴെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, എനിക്ക് വൈയുടെ കോയിഫിഷ്യന്റ് +1 ആയിരിക്കണം. എനിക്ക് അവിടെ 7y ആണുള്ളത്, അതുകൊണ്ട് ഞാൻ 7 ആണ് വെളിയിലെടുക്കേണ്ടത്. അപ്പോൾ y മൈനസ് ഇവിടെ നിന്ന് 7 പോയി കഴിഞ്ഞാൽ എന്തായി? 2 എന്നാണ് അവിടെ വരിക. /2p എന്ന് എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചേഞ്ച് ഒന്നും വേണ്ട അല്ലേ, z-3/2 എന്ന് എഴുതി. ഇനി നോക്കുക, ന്യൂമറേറ്ററിൽ x-x1 എന്താവാൻ പാടുള്ളൂ. അപ്പോൾ ഈ നെഗറ്റീവ് സൈൻ അവിടെ നിൽക്കാനായിട്ട് പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? അതിനെ താഴോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് അടുത്ത സ്റ്റേജിൽ നമുക്ക് x-1 / -3 എന്ന് എഴുതാനായിട്ട് പറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് അവിടെ 7 ന്യൂമറേറ്ററിൽ ഉണ്ടാവാൻ പാടില്ല, അതിനെ നമ്മൾ താഴോട്ട് കൊണ്ടുവരണം. അങ്ങനെ നോക്കിയപ്പോൾ y-2 മാത്രം അവിടെ ഉണ്ടായി. 7 താഴോട്ട് വരുമ്പോൾ അത് വന്നിട്ട് ഡിവിഷൻ ആവും. എന്ന് പറഞ്ഞാൽ അത് 2p / 7 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു z-3/2 എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ ഇത് ന്യൂമറേറ്റർ x-x1 y-y1 z-z1 ഫോമിലാണ്. അങ്ങനെ വരുമ്പോൾ താഴെയുള്ള ആൾക്കാരാണ് ആ ലൈനിന്റെ പാരലൽ വെക്ടറിന്റെ ഡയറക്ഷൻ റേഷ്യോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാരലൽ വെക്ടർ എഴുതുകയാണെങ്കിൽ നമുക്ക് b1 വെക്ടർ എന്ന് എഴുതിയാൽ -3i then +2p/7 of j then +2k എന്ന് പറയുന്നതാണ് അവിടുത്തെ പാരലൽ വെക്ടർ എന്ന് പറയാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ. ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്തു, അതിൻ്റെ പാരലൽ വെക്ടറോട് എഴുതി വെച്ചു. ഇതുപോലെ തന്നെ രണ്ടാമത്തെ ലൈനെ നമുക്ക് എന്ത് ചെയ്യണം? റീഅറേഞ്ച് ചെയ്യണം. അങ്ങനെ എടുത്തപ്പോൾ അവിടെ രണ്ടാമത്തെ നോക്കി, ആദ്യം നമുക്ക് അവിടെ 7 - 7x എന്നാണ് തന്നിരിക്കുക. അവിടെ എക്സിൻ്റെ കോയിഫിഷ്യൻറ്റ് +1 ആക്കണമെങ്കിൽ -7 വെളിയിലെടുക്കേണ്ടി വരും. അതുകൊണ്ട് -7 വെളിയിലെടുത്തു. അപ്പോൾ ഇവിടെ എന്തായി? ഈ ടേം പോസിറ്റീവായി അവിടെ x എന്ന് വന്നു. പക്ഷേ ഇവിടെ എന്തായിട്ട് വരും? അവിടെ മൈനസ് വരും. അവിടെ 7 പോയി കഴിഞ്ഞാൽ ബാക്കി 1 എന്നാണ് വരിക. / നമുക്ക് അവിടെ 3p എന്നാണ് ഉള്ളത്. നമുക്ക് എത്ര ചെയ്തോളൂ? അവിടെ ഉണ്ടായിരുന്ന -7 വെളിയിലെടുത്തത്. അപ്പോൾ ഇവിടെ എന്തായി? പോസിറ്റീവ് x എന്ന് പറഞ്ഞു. ദെൻ 7 പോയി കഴിയുമ്പോൾ 1 ആണ് വരിക. നെഗറ്റീവ് പോയതുകൊണ്ട് ഒരു നെഗറ്റീവ് സൈനും കൂടെ അവിടെ കയറി വന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു, അടുത്ത് നമുക്ക് y-5/1 ആണ്, ചേഞ്ച് ഒന്നും വേണ്ട. അടുത്തതിൽ നോക്കുക, അവിടെ നമുക്ക് നെഗറ്റീവ് z ആണ് ഉള്ളത്. അപ്പോൾ നെഗറ്റീവ് സൈൻ വെളിയിലെടുക്കേണ്ടി വരും. അത് മാത്രമാണ് എടുക്കുക. സോ -z നോക്കുക. അപ്പോൾ +6 എന്നുള്ളത് എന്തായിട്ട് മാറി? -6 എന്നായിട്ട് മാറി. /5 എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുക, നമുക്ക് ഇത്രയേ ഉള്ളൂ. x-x1 y-y1 z-z1 ഫോമിൽ കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ റീഅറേഞ്ച് ചെയ്ത്. ഇനി നോക്കുക, നമ്മൾ ഈ -7 താഴോട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഡിവിഷനായിട്ടും വരും. ഇവിടുത്തെ നെഗറ്റീവ് സൈൻ താഴോട്ട് എടുക്കും. അങ്ങനെ വന്നപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ x-1 /3p/7 അല്ലേ, 3p/7 എന്ന് എഴുതാനായിട്ട് പറ്റി. ദാറ്റ് ഈസ് ഈക്വൽ ടു y-5/1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ z-6 ഇവിടെ വന്നിട്ട് -5 എന്ന് എഴുതാനായിട്ട് പറ്റി. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇനി രണ്ടാമത്തെ ലൈനിന്റെ പാരലൽ വെക്ടർ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ b2 വെക്ടർ എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നോക്കുക, 3p/7 എന്ന് പറയുന്നതും -3p/7 എന്ന് പറയുന്നതും സെയിം ആണല്ലേ. അതുകൊണ്ട് ഞാനിവിടെ -3p/7 ഓഫ് i എന്ന് എഴുതി, +1j എന്ന് എഴുതി, ദെൻ -5k എന്നാണ് എഴുതുക. അപ്പോൾ നോക്കുക, ഇപ്പോഴാണ് നമുക്ക് രണ്ട് ലൈൻസിൻ്റെയും പാരലൽ വെക്ടേഴ്സ് കിട്ടിയത്. ഇനി നോക്കുമ്പോൾ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ പാരലൽ വെക്ടേഴ്സും പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് എഴുതാം b1 ഈസ് പെർപെൻഡിക്കുലർ ടു b2 വെക്ടർ. അങ്ങനെ നോക്കി ഇപ്പോഴെന്തായിരിക്കും? അവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ b1 ഡോട്ട് b2 കണ്ടാൽ ഉറപ്പായിട്ടും അതെന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് കാണാം. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കമ്പോണൻസ് റെസ്പെക്റ്റീവായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ
-3 ഇൻറ്റു അവിടെയുള്ളത് -3p/7 ആണ്, പ്ലസ് ഇവിടെ വരുന്നത് 2p/7 ഇൻറ്റു 1 ആണ്, പ്ലസ് 2 ഇൻറ്റു അവിടെ നമുക്ക് -5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് കിട്ടുക. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നെഗറ്റീവും പോസിറ്റീവും ആയി. നമുക്കിവിടെ 9p/7 എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് 2p/7 എന്നാണ് വരിക. ഇവിടെ നമുക്ക് -10 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അങ്ങനെ നോക്കിയപ്പോൾ ഈ രണ്ട് ടേംസിനെ നമുക്ക് ന്യൂമറേറ്ററിന് ആഡ് ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് 11p/7 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 എന്ന് എഴുതാനായിട്ട് പറ്റി. അങ്ങനെയാണെങ്കിൽ p എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 7 അല്ലേ, ഇവിടെ ഇൻറ്റു 7 എന്നും /11 എന്നുമാണ് വരിക. അവിടെ നിന്നും p is equal to 70/11 എന്നാണ് കിട്ടുക. ഇതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം അവ പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് അവയുടെ പാരലൽ വെക്ടേഴ്സ് എടുത്ത് അവ പെർപെൻഡിക്കുലർ ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നോക്കിയപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിൽ തന്നെയാണ് തന്നിരിക്കുക. x - x1/a ദാറ്റ് ഈസ് ഈക്വൽ ടു y - y1/b ദാറ്റ് ഈസ് ഈക്വൽ ടു z - z1/c എന്ന ഫോമിൽ തന്നെയാണ് രണ്ട് ഇക്വേഷൻസ് തന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്നും അവയുടെ പാരലൽ വെക്ടേഴ്സ് എഴുതിയേക്കാം. സോ ഫസ്റ്റ് ലൈനിൻ്റെ പാരലൽ വെക്ടർ ഞാൻ b1 എന്ന് എടുത്തു. അപ്പോൾ അവിടെ കമ്പോണൻസ് നോക്കി 7 - 5 1 എന്നാണ് അല്ലേ. അതുകൊണ്ട് അതിനെ 7i then -5j plus 1k എന്ന് എഴുതുമ്പോൾ അതാണ് ആദ്യത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ എന്ന് പറയുന്നത്. സിമിലർലി നമുക്ക് രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ എഴുതുമ്പോൾ 1i പ്ലസ് 2j പ്ലസ് 3k എന്നാണ് കിട്ടുന്നത്. ഇനി നോക്കുക, ഈ രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഇവയുടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അതുകൊണ്ട് നമ്മളിവിടെ b1 ഡോട്ട് b2 കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് 7 into 1 minus 5 into 2 plus 1 into 3 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 7 minus 10 plus 3 എന്നാണ് വരിക. നോക്കുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എഴുതാം ഹിയർ b1 vector is perpendicular അല്ലേ. b1 vector is perpendicular to b2 vector. Therefore the given lines are perpendicular. അപ്പോൾ നോക്കുക, നമുക്കിവിടെ ലൈൻസ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ആ ലൈൻസിൻ്റെ പാരലൽ വെക്ടേഴ്സ് എടുത്തിട്ട് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. 12ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഇക്വേഷൻ ഓഫ് ലൈൻസ് തന്നിട്ടുണ്ട്. അതിനുശേഷം ആ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെയുള്ള പാരലൽ വെക്ടേഴ്സ് നോക്കുമ്പോൾ അറിയാം ഈ രണ്ട് ലൈൻസ് എന്താണെങ്കിലും പാരലൽ ആവണമെങ്കിൽ അവിടെയുള്ള കമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് ലൈൻസ് പാരലൽ അല്ല എന്ന് മനസ്സിലായി. അതിനർത്ഥം ഈ രണ്ട് ലൈൻസ് സ്ക്യൂ ലൈൻസ് ആണ് എന്നാണ്. അപ്പോൾ അവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനായിട്ട് ഫോർമുല ഉണ്ട് അല്ലേ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സ്ക്യൂ ലൈൻസ് എന്ന് പറഞ്ഞ് ഫോർമുല പറയുന്നത് ഇങ്ങനെയാണ്: a2 minus a1 dot b1 cross b2 divided by അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2 എന്നാണ് പറഞ്ഞിരിക്കുക. മൊത്തത്തിൽ ഇവിടെ ഒരു മോഡുലസും ഉണ്ട്. അപ്പോൾ നോക്കുക, ഈ ഫോർമുല അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അത് ഓർത്തിരിക്കാനായിട്ടൊരു എളുപ്പ വഴിയുണ്ട്. നമ്മളവിടെ പ്രൊജക്ഷൻ്റെ ഫോർമുല പഠിച്ചതാണ് അല്ലേ. പ്രൊജക്ഷൻ ഓഫ് എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മോഡ് ബി എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുക. അപ്പോൾ അതുപോലെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് എളുപ്പമാണ്. ഇത്രയേ ഉള്ളൂ. ഇവിടെ a2 മൈനസ് a1ൻ്റെ പ്രൊജക്ഷൻ ഓൺ b1 ക്രോസ് b2 ആണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ വെക്ടർ a2 മൈനസ് a1, അയാൾക്ക് b1 ക്രോസ് b2 പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ a2 മൈനസ് a1 ഡോട്ട് b1 ക്രോസ് b2 കാണും. ഒപ്പം ആ b1 ക്രോസ് b2ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡിവൈഡ് ചെയ്യും. പിന്നെ ഇത് ഡിസ്റ്റൻസ് ആണ്, അതുകൊണ്ടാണ് മൊത്തത്തിൽ അവിടെ ഒരു മോഡുലസ് ഇട്ടേക്കണം. കാരണം ആൻസർ എപ്പോഴും പോസിറ്റീവായിട്ട് മാത്രമേ വരാനായിട്ട് പാടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ നമുക്ക് a2 മൈനസ് a1 വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ a2 വെക്ടർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് രണ്ടാമത്തെ ലൈനിലുള്ള പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ a2 എന്ന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ 2i മൈനസ് j മൈനസ് k ആണ് a2 എന്ന് പറയുന്നത്. a1 വെക്ടർ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് ലൈനിലുള്ള അവിടുത്തെ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ആണ് എന്ന് പറഞ്ഞാൽ ഇവിടെ i പ്ലസ് 2j
പ്ലസ് കെ ആണ് അല്ലേ. അപ്പോൾ നോക്കി ഇവിടെ നമുക്കിനി സബ്ട്രാക്ഷൻ ആണ് വരുന്നത്. അങ്ങനെ നോക്കിയപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2i മൈനസ് ജെ മൈനസ് കെ ദെൻ മൈനസ് ഐ മൈനസ് 2j മൈനസ് കെ എന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നും 2i മൈനസ് ഐ എന്ന് എഴുതാനായിട്ട് പറ്റി. മൈനസ് ജെ മൈനസ് 2k എന്ന് പറഞ്ഞാൽ അത് മൈനസ് 3j ആണ്. ഇവിടെ മൈനസ് കെ ദെൻ മൈനസ് കെ എന്ന് പറഞ്ഞാൽ അത് മൈനസ് 2k എന്നുമാണ് വരുന്നത്. ഇതാണ് നമ്മുടെ A2-A1 വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടെ B1 ക്രോസ് B2 വെക്ടർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡിറ്റർമിനൻ്റ് എടുത്തു. ഐ ജെ കെ എന്ന് എഴുതി. ഇനി നോക്കുക B1ൻ്റെ കമ്പോണൻസ് എഴുതണം. അപ്പോൾ B1 ആരെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് ലൈനിൻ്റെ പാരലൽ വെക്ടർ അല്ലേ. ഇപ്പോൾ ലാംഡ കഴിഞ്ഞിട്ട് അവിടെയുള്ള കോൺസ്റ്റന്റ് കഴിഞ്ഞിട്ട് വരുന്ന ആളാണ് B1 എന്ന് പറയുന്നത്. അതിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ സെക്കൻഡ് റോയിൽ എഴുതുന്നത്. എന്ന് പറഞ്ഞാൽ 1 മൈനസ് 1 ആണ് എഴുതേണ്ടത്. സോ 1 മൈനസ് 1 എന്ന് എഴുതി. ഇനി B2 വെക്ടറിൻ്റെ കമ്പോണൻസ് ആണ് ഇവിടെ വരുന്നത്. B2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ. അവിടെ മ്യൂ കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന ആളുടെ കമ്പോണൻസ് അല്ലേ. 2 1 2 എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എഴുതി 2 1 2 എന്ന് എഴുതി. ഇനി നമ്മളിവിടെ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു നോക്കുക ഇവിടെ നമുക്ക് -1 ഇൻറ്റു 2 ദെൻ -1 ഇൻറ്റു 1 എന്നാണ് വന്നത്. ദെൻ ഇവിടെ മൈനസ് ആണല്ലേ. സോ മൈനസ് ജെ ദെൻ 1 ഇൻറ്റു 2 ദെൻ ഇവിടെ നമുക്ക് -1 ഇൻറ്റു 2 എന്ന് തന്നെയാണ് വരിക. പ്ലസ് അവിടെ കെ ഇൻറ്റു 1 ഇൻറ്റു 1 അല്ലേ. 1 ഇൻറ്റു 1 ദെൻ -2 ഇൻറ്റു -1 എന്നാണ് വരിക. സോ അവിടെ നിന്നും ഐ ഇൻറ്റു -2 -1 എന്ന് വന്നു. മൈനസ് ജെ ഇവിടെ നമുക്ക് 2 - 2 എന്നാണ് വരിക. ഇവിടെ പ്ലസ് കെ ഇൻറ്റു 1 പ്ലസ് 2 എന്നുമാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നും ദാറ്റ് ഈസ് ഈക്വൽ ടു -3i ദെൻ ഇവിടെ നോക്കുക 2 - 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ ജെയുടെ കമ്പോണൻ്റ് ഇല്ല. പിന്നെ വരുന്നത് എന്താണ് പ്ലസ് 3k എന്നുമാണ് അവിടെ കിട്ടുക. ഇനി നമുക്ക് A2-A1 ഡോട്ട് B1 ക്രോസ് B2 കാണണം. അപ്പോൾ നമ്മൾ എഴുതി A2-A1 ഡോട്ട് B1 ക്രോസ് B2 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ രണ്ട് വെക്ടറുകളാണല്ലേ. A2-A1 എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്. ദെൻ B1 ക്രോസ് B2 എന്ന് പറഞ്ഞ അടുത്ത വെക്ടർ ഉണ്ട്. അവ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസ്പെക്റ്റീവ് കമ്പോണൻസ് പ്രോഡക്റ്റ് കണ്ടിട്ട് സം ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. എന്ന് പറഞ്ഞാൽ ഇവിടെ 1 വിത്ത് -3 ഉണ്ട്. സോ 1 ഇൻറ്റു -3 എന്ന് പറഞ്ഞു. പ്ലസ് ഇവിടെ നമുക്ക് -3 ആണ്. അവിടെ നമുക്ക് കമ്പോണൻ്റ് ഇല്ല അല്ലേ. എന്ന് പറഞ്ഞാൽ -3 ഇൻറ്റു 0 എന്നാണ് വരുന്നത്. ഇനി നോക്കി ഇവിടെ -2ഉം അവിടെ 3യുമാണ് അല്ലേ. അപ്പോൾ നമുക്ക് -2 ഇൻറ്റു 3 എന്ന് എഴുതാനായിട്ട് പറ്റി. അവിടെ നമുക്ക് -3 ദെൻ ഇവിടെ നമുക്ക് 0 എന്നാണ് വരിക. ഇവിടെ നമുക്ക് -6 എന്നാണ് കിട്ടേണ്ടത്. അങ്ങനെ വന്നപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു -9 എന്നാണ് നമുക്ക് A2-A1 ഡോട്ട് B1 ക്രോസ് B2 കിട്ടുന്നത്. ഇനി നോക്കുക അടുത്ത് നമുക്ക് വേണ്ടത് എന്താ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 വേണം. അപ്പം അത് കണ്ടുപിടിക്കുമ്പോൾ B1 ക്രോസ് B2വിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് -3യുടെ സ്ക്വയർ പ്ലസ് 3യുടെ സ്ക്വയർ എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 പ്ലസ് 9 ആണല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം 9 ഇൻറ്റു 2 അല്ലേ. 2 ടൈംസ് 9 എഴുതാം. അങ്ങനെ വന്നപ്പോൾ 9ൻ്റെ സ്ക്വയർ റൂട്ട് 3 ആണ്. സോ 3√2 എന്നാണ് നമുക്ക് അവിടെ കിട്ടണത്. ഇനി നമുക്ക് അവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. സോ ഫോർമുലയിൽ കൊടുക്കുമ്പോൾ മോഡുലസ് ഓഫ് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് എന്താണ് അത് -9 ആണ്. ഡിവൈഡഡ് ബൈ ഇവിടെ നമുക്ക് മോഡുലസ് കിട്ടിയത് 3√2 എന്നാണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് -9 നമുക്ക് 9 എന്ന് എഴുതാം. സോ 9 ഡിവൈഡ് ബൈ 3√2 എന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ 3 വരും. സോ 3 ഡിവൈഡ് ബൈ √2 എന്ന് കിട്ടി. നമുക്ക് വേണമെങ്കിൽ റാഷണലൈസ് ചെയ്യാം. ഡിനോമിനേറ്റർ റാഷണലൈസ് ചെയ്യാനായിട്ട് √2 കൊണ്ട് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യാം. സോ 3/√2 ഇൻറ്റു √2 എന്ന് വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3√2 എന്നാണ് ന്യൂമറേറ്റർ വരിക. √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് വരിക. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെയുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് 3√2/2 എന്നാണ് ഇവിടെ കിട്ടുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇക്വേഷൻസ് തന്നിരിക്കുന്നത് കാർട്ടീഷ്യൻ ഫോമിലാണ്. അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനായിട്ട് കാർട്ടീഷ്യൻ ഫോമിൽ ഒരു ഫോമുലയുണ്ട്. പക്ഷെ അത് ഓർത്ത് വെക്കണം എന്ന് ഞാൻ പറയില്ല. നമുക്ക് വെക്ടർ ഫോമിലുള്ള ഇക്വേഷൻ മാത്രം പറഞ്ഞാൽ മതി. കാരണം ഇതിനെ നമുക്ക് വെക്ടർ ഫോമിലോട്ട് മാറ്റാനായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ഇവിടെയുള്ള ഇക്വേഷൻ ഓഫ് ലൈനെ നമുക്ക് വെക്ടർ ഫോമിലോട്ട് മാറ്റാൻ അറിയുമെങ്കിൽ പിന്നെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് വേറൊരു ഫോമുല പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് വെക്ടർ ഫോമിൽ കണ്ടുപിടിക്കുന്നത് തന്നെയായിരിക്കും എളുപ്പം. അതുകൊണ്ട് ഇവിടെ നമുക്ക് A1 വെക്ടർ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈനിലുള്ള
പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യത്തെ ലൈനിന്റെ എടുക്കുമ്പോൾ ഇവിടെ എക്സ് -1 എന്ന രീതിയിലാണ് വരിക അല്ലേ. സോ -1 എന്ന് എഴുതി, ഇവിടെ അതുപോലെ തന്നെയാണ് y -1 എന്നാണ്, അതുകൊണ്ട് ഇവിടെ -1 j എന്ന് എഴുതി. ഇവിടെ നോക്കിയപ്പോൾ അതുപോലെ തന്നെയാണ്. സോ -1 k എന്ന് എഴുതി. അപ്പോൾ എങ്ങനെയാണ് എഴുതണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ x - x1 y - y1 z - z1 എന്ന രീതിയിൽ നോക്കുമ്പോൾ -1 എന്ന് പറഞ്ഞാണ് അവിടുത്തെ പോയിന്റ്. അതിന് ij ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ പൊസിഷൻ വെക്ടർ കിട്ടും. ഇനി നമ്മൾ b1 വെക്ടർ കാണുമ്പോൾ താഴെയുള്ള ഡയറക്ഷൻ റേഷ്യോസിന് ij ഇട്ട് കൊടുത്താൽ പാരലൽ വെക്ടർ ആയി എന്ന് പറഞ്ഞാൽ 7i - 6j + 1k എന്ന് എഴുതി കഴിഞ്ഞാൽ അതാണ് പാരലൽ വെക്ടർ. സിമിലർലി നമുക്ക് ഇവിടെ എഴുതാനായിട്ട് പറ്റും a2 വെക്ടർ എന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈനിലുള്ള പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞാൽ അതപ്പോൾ എന്തായി, അത് 3i ഡയറക്ട്ലി അത് x - x1 ഫോമിലാണ്, y - y1 z - z1 ഫോമിലാണ്. അതുകൊണ്ട് 3i + 5j + 7k എന്നാണ് വരുന്നത്. അവിടെ b2 വെക്ടർ എഴുതുമ്പോൾ പാരലൽ വെക്ടർ എഴുതുമ്പോൾ 1i - 2j + 1k എന്നാണ് വരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ട a1 വെക്ടർ a2 വെക്ടറും b1 വെക്ടറും b2 വെക്ടറും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ ഫോർമുല ഡയറക്റ്റ്ലി നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചത് a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് b1 ക്രോസ് b2 ദെൻ മൊത്തത്തിൽ മോഡുലസ് എന്നാണ്. അപ്പോൾ നമുക്ക് അവിടെ a2 - a1 കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ നോക്കിയപ്പോൾ 3i + 5j + 7kയിൽ നിന്നും a1 വെക്ടർ കുറയ്ക്കാന്ന് പറഞ്ഞാൽ -1i - 1j - 1k ആണ് കുറയ്ക്കേണ്ടത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 3i + 5j + 7k ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ +1i അല്ലേ, +1i + 1j + 1k എന്ന് വന്നു. അഥവാ 3i + 1i എന്ന് പറഞ്ഞാൽ 4i ആണ്. ഇവിടെ 5j + 1j എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ 7k + 1k എന്ന് പറഞ്ഞാൽ 8k എന്നുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് a2 - a1 വെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്കവിടെ b1 ക്രോസ് b2 വെക്ടർ കണ്ടുപിടിക്കണം. സോ ഡിറ്റർമിനന്റ് ഓഫ് i j k എന്ന് എഴുതി. അതിനുശേഷം കമ്പോണൻസ് ആദ്യം b1ന്റെ കമ്പോണൻസ് 7 - 6 1 എന്ന് വന്നു. b2ന്റെ കമ്പോണൻസ് 1 - 2 1 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു നമുക്ക് അവിടെ -6 × 1 എന്ന് പറഞ്ഞാൽ -6 ആണ്. ദെൻ സബ്ട്രാക്ഷൻ ഉണ്ട്, -2 × 1 എന്ന് പറഞ്ഞാൽ -2 ആണ്. ദെൻ -j. ഇനി 7 × 1 എന്ന് പറഞ്ഞാൽ അത് 7 ആണ്. -1 × 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് k ഇൻറ്റു നോക്കുക, നമുക്കിവിടെ 7 × -2 എന്ന് പറഞ്ഞാൽ -14 എന്ന് വന്നു. പിന്നെ സബ്ട്രാക്ഷൻ ഉണ്ട്, 1 × -6 എന്ന് പറഞ്ഞാൽ -6 എന്നുമാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i ഇൻറ്റു നമുക്ക് -6 + 2 എന്നാണ് വരിക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 എന്നവിടെ വന്നു. ഇത് -j ഇൻറ്റു 7 - 1 6 ആണ്. ഇവിടെ നമുക്ക് +k ഇൻറ്റു -14 +6 എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് -8 എന്നാണ് എഴുതാനായിട്ട് പറ്റുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് അവിടെ -4i ദെൻ -6j ദെൻ -8k എന്നാണ് b1 ക്രോസ് b2 വെക്ടർ കെട്ടിയിരിക്കുക. ഇനി നമുക്ക് അവിടെ a2 - a1 ഡോട്ട് b1 ക്രോസ് b2 വേണം. സോ a2 - a1 ഡോട്ട് b1 ക്രോസ് b2 ദാറ്റ് ഈസ് ഈക്വൽ ടു കമ്പോണൻസ് നോക്കുക. a2 - a1ന്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 4 6 8 ആണ്. സോ 4 × -4 അല്ലേ. സോ 4 × -4 എന്ന് പറഞ്ഞു. പ്ലസ് ഇവിടെ നമുക്ക് 6 × -6 എന്നാണ് വരിക. പ്ലസ് ഇവിടെ നമുക്ക് 8 × -8 എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -16 -36 -64 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു -116 എന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുക. ഇനി നമുക്ക് അവിടെ മോഡുലസ് ഓഫ് b1 ക്രോസ് b2 കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കുമ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് -4ന്റെ സ്ക്വയർ പ്ലസ് -6ന്റെ സ്ക്വയർ പ്ലസ് -8ന്റെ സ്ക്വയർ എന്നാണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 16 പ്ലസ് 36 പ്ലസ് 64 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 116 എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്നത് അവിടെ മോഡുലസ് ഓഫ് -116 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ്
116 എന്നാണ് വരിക. അപ്പോൾ നോക്കിയപ്പോൾ ഇത് 116 ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 116 എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒരു സ്ക്വയർ റൂട്ട് ഓഫ് 116നെ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്ററിൽ കട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞ് ഇയാളെ സ്ക്വയർ റൂട്ട് ഓഫ് 116 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 116 എന്ന് എഴുതാം. താഴെ സ്ക്വയർ റൂട്ട് ഓഫ് 116 ആണുള്ളത്, അതുകൊണ്ട് ഇയാളെ കട്ട് ചെയ്ത് കളഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 116 എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അതിനൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ അതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഇതിനെ നമുക്ക് 4 ഇൻറ്റു 29 എന്ന് എഴുതാനായിട്ട് പറ്റും. നോക്കുക, 4 ഇൻറ്റു 29 എന്ന് പറഞ്ഞാൽ അത് 116 ആണ്. അങ്ങനെ നോക്കിയപ്പോൾ ഈ സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആണ്. സോ ഇവിടെ ഫൈനലി 2 റൂട്ട് 29 എന്നാണ് ആൻസർ കിട്ടുന്നത്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ ഇക്വേഷൻസ് തന്നിരിക്കുന്നത് വെക്ടർ ഫോമിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ഫോമുല എഴുതുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 ആണ് എന്ന് നമുക്ക് അറിയാം. സോ അവിടെ നമുക്ക് A2 മൈനസ് A1 വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ A2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ലൈനിൻ്റെ അവിടെയുള്ള പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ആണ് എന്ന് പറഞ്ഞാൽ 4i പ്ലസ് 5j പ്ലസ് 6k ആണത്. മൈനസ് A1 വെക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ആദ്യത്തെ ആളല്ലേ എന്ന് പറഞ്ഞാൽ i പ്ലസ് 2j പ്ലസ് 3k ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 4i പ്ലസ് 5j പ്ലസ് 6k മൈനസ് ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു i മൈനസ് 2j മൈനസ് 3k എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 3i പ്ലസ് 3j പ്ലസ് 3k എന്നാണ് നമുക്കവിടെ A2 മൈനസ് A1 വെക്ടർ കിട്ടുന്നത്. ഇനി നമുക്കവിടെ B1 ക്രോസ് B2 കണ്ടുപിടിക്കണം. സോ ഡിറ്റർമിനന്റ് ഓഫ് i j k. ഇനി നമുക്ക് B1ൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ അല്ലേ എന്ന് പറഞ്ഞാൽ ലാംഡ കഴിഞ്ഞിട്ടുള്ള ആളാണ് പാരലൽ വെക്ടർ, അയാളാണ് B1 ആയിട്ട് നമ്മൾ എടുക്കുക. കമ്പോണൻസ് എന്ന് പറയുമ്പോൾ 1 മൈനസ് 3 2 ആണ് വരിക. അതുകൊണ്ട് ഇവിടെ എഴുതി 1 മൈനസ് 3 2 എന്ന് വെച്ചു. ഇനി നോക്കി B2ൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ മ്യൂ കഴിഞ്ഞ് വരുന്ന വെക്ടറാണ് അത്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ 2 3 1 എന്നാണ് അവിടെ വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കിവിടെ ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യണം. സോ i ഇൻറ്റു മൈനസ് 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് 3, ദെൻ സബ്ട്രാക്ഷൻ 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 6 എന്ന് പറഞ്ഞു. ദെൻ മൈനസ് j ആണ്, 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1, ദെൻ മൈനസ് 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 എന്ന് പറഞ്ഞു. പ്ലസ് k ഇൻറ്റു ഇവിടെ 1 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. ദെൻ സബ്ട്രാക്ഷൻ 2 ഇൻറ്റു മൈനസ് 3 എന്ന് പറഞ്ഞാൽ അത് മൈനസ് 6 എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് മൈനസ് 9i എന്ന് വന്നു. ഇവിടെ നോക്കിയപ്പോൾ മൈനസ് j ഇൻറ്റു മൈനസ് 3 എന്നാണ് വരുന്നത്. 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ മൈനസ് 3 ആണ്. പ്ലസ് ഇവിടെ നമുക്ക് k ഇൻറ്റു 3 പ്ലസ് 6 എന്ന് പറഞ്ഞാൽ അവിടെ 9 എന്നാണ് കിട്ടുക. അങ്ങനെ വന്നപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് മൈനസ് 9i ദെൻ പ്ലസ് 3j ദെൻ പ്ലസ് 9k എന്നാണ് അവിടെ B1 ക്രോസ് B2 വെക്ടർ കിട്ടിയത്. ഇനി നമുക്ക് അവിടെ A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 കണ്ടുപിടിക്കണം. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ A2 മൈനസ് A1 ഇവിടെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കി അവിടെ താഴത്തെ ആൾ 3 ആണ്. സോ 3 വിത്ത് നെഗറ്റീവ് 9 വന്നു. പ്ലസ് രണ്ടാമത്തെ ആളും 3 തന്നെയാണ്, ഇവിടെയും 3 തന്നെയാണ് അല്ലേ. സോ 3 ഇൻറ്റു 3 എന്ന് പറഞ്ഞു. പ്ലസ് ഇവിടെ നമുക്ക് 3 ഇൻറ്റു 9 എന്നാണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് 27 പ്ലസ് 9 പ്ലസ് 27 എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കട്ടായിട്ട് പോയിട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു 9 എന്നാണ് നമുക്ക് അവിടെ ഡോട്ട് പ്രോഡക്റ്റ് കിട്ടുന്നത്. ഇനി നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 വേണം അല്ലേ. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് മൈനസ് 9ൻ്റെ സ്ക്വയർ പ്ലസ് 3യുടെ സ്ക്വയർ പ്ലസ് 9ൻ്റെ സ്ക്വയർ എന്നാണ് വരിക. സോ സ്ക്വയർ റൂട്ട് ഓഫ് 81 പ്ലസ് 9 പ്ലസ് 81 എന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 171 എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ 171 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 9 ഇൻറ്റു 19 ആണ്. അതുകൊണ്ട് നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9 ഇൻറ്റു 19 എന്ന് എഴുതാനായിട്ട് പറ്റി. അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ സ്ക്വയർ റൂട്ട് ഓഫ് 9 എന്ന് പറഞ്ഞാൽ എന്താണ്, അത് 3 ആണ്. സോ ഇയാൾ 3 റൂട്ട് 19 എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്ക് മോഡുലസ് ഓഫ് 9 ഡിവൈഡ് ബൈ
അവിടെ 3 റൂട്ട് 19 എന്നാണ് വരിക. അപ്പോൾ നോക്കി മോഡുലസ് ഓഫ് 9 എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ്. 9/3 റൂട്ട് 19 എന്ന് പറഞ്ഞു. നമുക്കിവിടെ 3 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂമറേറ്ററിൽ 3 എന്ന് വരും. സോ നമുക്ക് 3 / റൂട്ട് 19 എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 15. ഇവിടെയും നമുക്ക് രണ്ട് ലൈൻസ് തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അവിടെ വെക്ടർ ഇക്വേഷൻസ് ആണ് തന്നിരിക്കുന്നത്. പക്ഷേ a+λb എന്ന ഫോമുലല്ല, ഇവിടെ നമുക്കത് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊക്കെയാണ് തന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷന് റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യത്തെ ഇക്വേഷൻ എഴുതി r = 1 - t × i plus t - 2 × j plus 3 - 2t × k എന്നാണ് തന്നിരിക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ ഐയും ജെയും കെയും അകത്തോട്ട് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എനിക്ക് 1i - ti plus tj - 2j plus 3k - 2tk എന്നാണ് കിട്ടുക. ഇനി നോക്കി, ഇപ്പോൾ ഇവിടെ ടി ഉള്ള ടേംസും ടി ഇല്ലാത്ത ടേംസും ഞാൻ ഒരുമിച്ച് എടുക്കുകയാണ്. അപ്പോൾ ടി ഇല്ലാത്തതെന്ന് പറയുമ്പോൾ ആദ്യം 1i ദെൻ -2j പ്ലസ് 3k ആണുള്ളത്. അതിനുശേഷം ഞാൻ അവിടെ ടി ഉള്ള ടേംസിന് എഴുതി എന്ന് പറഞ്ഞാൽ -ti പ്ലസ് tj - 2tk എന്ന് എഴുതി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഞാൻ ഇതിനെ i - 2j പ്ലസ് 3k, അതിനുശേഷം ഞാനിവിടെ പ്ലസ് ബാക്കിയുള്ള ടേംസിൽ നിന്നും ഞാൻ ടി വെളിയിലെടുക്കുകയാണ്. അങ്ങനെ വന്നപ്പോൾ ഈ മൈനസ് അവിടെ ഉണ്ടല്ലേ. സോ -i ഇവിടെ നമുക്ക് പ്ലസ് ജെ ദെൻ -2k എന്നാണ് കിട്ടുന്നത്. അപ്പോൾ നോക്കുക, ഇപ്പം ഇത് a+λb എന്ന രീതിയിൽ ഒരു വെക്ടർ പ്ലസ് വേറൊരു കോൺസ്റ്റന്റ് ഇൻറ്റു അനദർ വെക്ടർ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും പ്ലസ് ലാംഡ അല്ലെങ്കിൽ പ്ലസ് ടി എന്നാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇവിടുന്ന് ടി വെളിയിലെടുത്ത് ബാക്കി ഞാൻ റീഅറേഞ്ച് ചെയ്തത്. അപ്പോൾ അവിടെയൊന്നും ആദ്യത്തെ ആളെന്ന് പറയണത് അത് പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ ആണെന്നും രണ്ടാമത്തെ വെക്ടർ എന്ന് പറയണത് അവിടെ തന്നിരിക്കുന്ന ലൈനിന്റെ പാരലൽ വെക്ടർ ആണ് എന്നും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് രണ്ടാമത്തെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യണം. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് r = s plus 1i plus 2s minus 1j minus 2s plus 1 of k എന്നാണ് തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം i അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ si പ്ലസ് 1i എന്ന് വന്നു പ്ലസ് 2sj മൈനസ് 1j എന്നാണ് വന്നത്. ഇവിടെ മൈനസ് വരും അല്ലേ. സോ -2sk എന്ന് വന്നു മൈനസ് 1k എന്നാണ് അവിടെ വരിക. അപ്പോൾ ഇവിടെ നമ്മൾ എസ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എസ് ഇല്ലാത്ത ടേംസിന് ആദ്യം എഴുതുക പറഞ്ഞാൽ 1i ദെൻ -1j -1k എഴുതി. അതിനുശേഷം പ്ലസ് എസ് ഉള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ si ദെൻ പ്ലസ് 2sj -2sk ആണ് എഴുതുക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i - j - k ദെൻ പ്ലസ് ഇവിടെ നമുക്ക് എസ് ആണ് കോൺസ്റ്റന്റ്, അതിന് വെളിയിലെടുക്കാം. അപ്പോൾ നമുക്കിവിടെ i പ്ലസ് 2j -2k എന്ന് കിട്ടും. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലായി അല്ലേ. നോക്കുക, a പ്ലസ് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു അനദർ വെക്ടർ b എന്ന രീതിയിൽ വന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ a2 വെക്ടർ ആയിട്ട് രണ്ടാമത്തെ ലൈനിൻ്റെ പോയിന്റിൻ്റെ പൊസിഷൻ വെക്ടർ ആയിട്ട് എടുക്കുക. ഇതാണ് രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ, അതിന് നമ്മൾ b2 എന്നുമാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണണമെങ്കിൽ നമുക്കവിടെ a2 - a1 ഉണ്ടായിരിക്കണം. അപ്പോൾ a2 - a1 എന്ന് പറഞ്ഞാൽ ഇതിനെയാണ് a2 ആയിട്ട് എടുക്കുക അല്ലേ. സോ i - j - kയിൽ നിന്നും നമുക്ക് a1 വെക്ടർ കുറയ്ക്കണം എന്ന് പറഞ്ഞാൽ i - 2j plus 3k കുറയ്ക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i - j - k minus i plus 2j then minus 3k എന്നാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു i - i 0i എന്ന് പോയി -j plus 2j എന്ന് പറഞ്ഞാൽ പ്ലസ് 1j അല്ലെങ്കിൽ j എന്ന് എഴുതാനായിട്ട് പറ്റി. -k -3k എന്ന് പറഞ്ഞാൽ നമുക്കതിന് -4k എന്നും എഴുതാനായിട്ട് പറ്റും. ഇനി നമുക്ക് അവിടെ b1 ക്രോസ് b2 വെക്ടർ കണ്ടുപിടിക്കണം. സോ b1 ക്രോസ് b2 എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് i j k. ഇനി നോക്കി, അവിടെ കമ്പോണൻസ് ഓഫ് b1 എന്ന് പറയുന്നത് അതെന്താണ്, ഇവിടെ ഇതാണ് b1 അല്ലേ. അവിടെയുള്ള പാരലൽ വെക്ടർ ഫസ്റ്റ് ലൈനിൻ്റെ പാരലൽ വെക്ടർ ഇതാണ് b1 എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ -1 1 -2 എന്നാണ് വരിക അല്ലേ. സോ -1 1 -2 എന്ന് എഴുതി. രണ്ടാമത്തെ ലൈനിൻ്റെ പാരലൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്, അതിനെയാണ് b2 എന്ന് എടുക്കുക. അതിൻ്റെ കമ്പോണൻസ് എന്ന് പറയുമ്പോൾ 1 2 -2 എന്നാണ് വരിക. സോ 1 2 -2 എന്ന് എഴുതി.
ഇനി നമുക്ക് അവിടെ എക്സ്പാൻഡ് ചെയ്യണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു നോക്കുക അവിടെ 1 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -2 ആണ്. ദെൻ സബ്ട്രാക്ഷൻ ഉണ്ട് 2 ഇൻറ്റു -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -4 എന്നാണ് വരിക. അതിനുശേഷം നമുക്കവിടെ -j ഇൻറ്റു നോക്കുമ്പോൾ -1 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ സബ്ട്രാക്ഷൻ 1 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -2 ആണ്. പ്ലസ് k ഇൻറ്റു -1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ അത് -2 ആണ്. സബ്ട്രാക്ഷൻ 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 എന്നുമാണ് വരിക. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇൻറ്റു അവിടെ നമുക്ക് -2 + 4 എന്ന് പറഞ്ഞാൽ 2 എന്നാണ് കിട്ടുക. ദെൻ -j ഓഫ് 2 + 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. പ്ലസ് k ഇൻറ്റു -2 - 1 എന്ന് പറഞ്ഞാൽ -3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 2I -4j -3k എന്നാണ് അവിടെ B1 ക്രോസ് B2 വെക്ടർ കിട്ടണത്. ഇനി നമുക്ക് അവിടെ A2 - A1 ഡോട്ട് B1 ക്രോസ് B2 കണ്ടുപിടിക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു A2 - A1 ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ I കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ അത് 0 ആണല്ലേ. സോ 0 ഇൻറ്റു ഇവിടുത്തെ I എന്ന് പറഞ്ഞാൽ 2 ആണ്. പ്ലസ് j എന്ന് പറഞ്ഞാൽ അവിടെ 1j ആണല്ലേ. അപ്പോൾ കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ഇവിടെ നമുക്ക് -4 എന്നാണ് വരുന്നത്. ദെൻ ഇവിടെ -4 ആണ്. ഇൻറ്റു ഇവിടെ നമുക്ക് -3 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 -4 പ്ലസ് 12 എന്ന് കിട്ടി. അഥവാ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് അവിടെ ഇയാളുടെ മാഗ്നിറ്റ്യൂഡ് വേണം. B1 ക്രോസ് B2വിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നോക്കി അവിടെ 2ൻ്റെ സ്ക്വയർ പ്ലസ് -4ൻ്റെ സ്ക്വയർ പ്ലസ് -3യുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് 4 + 16 + 9 എന്നാണ് വരിക. ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 29 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് വേണ്ട ആൾക്കാരൊക്കെ ആയി. അപ്പോൾ ഇനി നമ്മൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എഴുതുമ്പോൾ അതെന്താണ്? അത് മോഡുലസ് ഓഫ് A2 - A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡഡ് ബൈ അവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് B1 ക്രോസ് B2 അല്ലേ. B1 ക്രോസ് B2 മൊത്തത്തിൽ അവിടെ മോഡ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് മോഡുലസ് ഓഫ് ഇയാളെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ന്യൂമറേറ്റർ എന്ന് പറഞ്ഞാൽ 8 ആണ്. ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? √29 എന്നുമാണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത്. സോ മോഡുലസ് ഓഫ് 8 എന്ന് പറഞ്ഞാൽ അത് 8 തന്നെയാണ്. 8 ഡിവൈഡ് ബൈ √29 എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ. അപ്പോൾ നോക്കുക, ഈ വീഡിയോയിൽ 8 മുതൽ 15 വരെയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്